മലയമംഗലം ഗവൺമെൻറ് ഹൈസ്കൂളിലെ 1994 ബാച്ച് ഹോം 94 എന്ന നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു 1 ഡേ ടൂർ പ്രോഗ്രാം, അതോടൊപ്പം ഒരു പഠനവും വിനോദവും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഇന്നെടുത്ത ആ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ധോളിയിലെ ലീഡ് കോളേജിലാണ്. ഇവിടുത്തെ പ്രിൻസിപ്പാൾ, എല്ലാവരുടെയും പ്രിയപ്പെട്ട തൊമ്മൻ, നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചു. അതുപോലെ തന്നെ തൊമ്മൻ്റെയും ഈ കോളേജിൻ്റെയും പ്രതിനിധിയായി നമ്മളൊപ്പം എത്തിയിട്ടുള്ള കൃഷ്ണപ്രിയ മേഡം ഏകദേശം മണിക്കൂറുകളായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുത്ത മാഡത്തിനും തൊമ്മനും ഈ കോളേജിനോടും നമ്മുടെ ഉള്ളു നിറഞ്ഞ 1000 നന്ദികളും കടപ്പാടുകളും അറിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസുകൾ നമുക്ക് ഇവിടുന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റി. ഒരു കോളേജ് ഏത് രീതിയിൽ നടക്കണം എന്നുള്ളതിൻ്റെ ചെറിയൊരു ക്ലൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ കണ്ടതോ നമ്മൾ പോയതോ ആയ കോളേജല്ല, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഏതായാലും നമ്മുടെ ഭാവി മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ആർക്കെങ്കിലും ഒക്കെ നല്ല രീതിയിൽ അത് വ്യത്യസ്തമായി സാർ നമുക്ക് തന്ന ക്ലാസ്സിൽ ഒരുപാട് ക്ലൂകൾ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ പഠിക്കണം എന്നുള്ള, അല്ലെങ്കിൽ എന്ത് പഠിച്ചു എന്ന് പഠിക്കണം എന്നുള്ള. അവർ സാറിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഒരു വൈവയിൽ പറഞ്ഞു, കുട്ടികളെ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് അവർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എന്ത് പഠിപ്പിച്ചു എന്നല്ല, കുട്ടികൾ എന്ത് പഠിച്ചു എന്നല്ല. അത് വലിയൊരു പോയിന്റാണ്, നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ കുട്ടികളെ നമ്മൾ നിർബന്ധിക്കും, അത് ചെയ്യും. നമ്മളും അങ്ങനെ ഒരു അവസ്ഥയിലാണ് വളർന്നു വന്നത്. ആർക്കും സ്വതന്ത്രമായിട്ട് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം വരും തലമുറയിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് തൊമ്മൻ സാർ നമുക്ക് നീട്ടിവെച്ചിട്ടുള്ളത്. അത് എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്ന് നമുക്ക് ഓരോരുത്തരും ഡിസൈഡ് ചെയ്തിട്ട് കഴിയുമെങ്കിൽ ജീവിതത്തിൽ പകർത്തുക എന്നൊരു തീം നമ്മൾ ഉൾക്കൊള്ളുക. അതോടൊപ്പം വീണ്ടും 1000 നന്ദികൾ ഇവരോടെല്ലാവരോടും. നമുക്ക് ചായയും ബിസ്ക്കറ്റൊക്കെ സ്നാക്സൊക്കെ തന്നു, ഒരുപാട് സന്തോഷം. എവിടെയും കിട്ടാത്തതിൽ കൂടുതൽ കിട്ടിയതിൽ, ഇതുവരെ നമ്മളെ എക്സ്പീരിയൻസിൽ കിട്ടിയതിൽ കൂടുതൽ ഒരു ഹോസ്പിറ്റാലിറ്റിയാണ് നമുക്ക് ഇവിടെ വെച്ച് കിട്ടിയത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ചിലയിടത്ത് എല്ലായിടത്തും ഇതിങ്ങനെ, ഞാൻ പഠിച്ച സമയത്തുള്ള ഗ്രൂപ്പ് പോലും ഇത്ര വലിയ ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഇത് തുടർന്ന് കൊണ്ടുപോകണം. വർഷങ്ങൾ ഇനി ഒരു 100 വർഷം കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. കാരണം വളരെ ഇതിലുള്ള ഓരോ ആൾക്കാരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ആൾക്കാരും പരസ്പരം നിങ്ങളുള്ള ആ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, അതൊരു വ്യത്യസ്ത കൂട്ടായ്മയാണ്. അത് ഇനിയും മുന്നോട്ട് പോകണം, നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ലീഡ് എപ്പോഴും എന്തുണ്ടെങ്കിലും, ഇനിയിപ്പം എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും പാലക്കാട് വന്നിട്ട് എങ്ങനെയെങ്കിലും എന്താ അറിയാതെ എങ്ങനെ പെട്ടുപോവാണെങ്കിലും ലീഡിനെ വിളിച്ചാൽ മതി, നമ്മളെപ്പോഴും ഉണ്ട്. എന്ത് പ്രോഗ്രാമിനും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് കയറി വരാം. ഇത് 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഒരു ക്യാമ്പസും കൂടിയാണ്. അപ്പോൾ ഇവിടേക്ക് വരാം, എന്നെ വിളിക്കാം, തൊമ്മനെ വിളിക്കാം, അങ്ങനെ ഒരു ഇതുമില്ല. അപ്പം ഈ കഴിഞ്ഞ ഈ 2 മണിക്കൂർ ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ ഒപ്പം. എനിക്ക് ഭയങ്കര ഒരു ലെസൺ കിട്ടിയത്, ഒരു പാഠം പഠിച്ചതുപോലുള്ള ഒരു ഫീലാണ്. കാരണം ആളുകൾ എത്രത്തോളം ഇന്നത്തെ കാലത്തൊക്കെ അറിയാം, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം ഇത്രയും നല്ലൊരു കൂട്ടായ്മ ഇങ്ങനെ മനോഹരമായിട്ട് ഇനിയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും ഞാൻ